അല്ല, ഇന്നലെ മൂത്താപ്പ എവിടെയായിരുന്നു? മൂത്തപ്പത്തിന്റെ അച്ഛൻ. അച്ഛനോടെ അച്ഛാ, ദേ ഈ ചേട്ടൻ വിളിക്കണോ? അയ്യോ, ഓർക്കപ്പുറത്ത് കിട്ടിയ ആളല്ലേ. മുഖം ശരിക്കും കാണുന്നത് ഇപ്പോഴാ. അല്ല, ഇതാണ് ഞാൻ കിട്ടിയ താലിയില്ലേ. ആ വെപ്രാളത്തിന്റെ ഇടയില് ഒന്നും അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ചില സാങ്കേതിക കാരണങ്ങളാൽ ഇന്നലെ രാത്രി വരാൻ പറ്റിയില്ല. ഇന്നലെ നമ്മുടെ ആദ്യരാത്രി ആയിരുന്നല്ലോ. ആദ്യരാത്രിയിൽ ആരും ഉറങ്ങാറില്ല എന്ന് പറയുന്നത് വളരെ ശരിയാ. ഇന്നലെ ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ഓരോന്ന് ആലോചിച്ച് ആലും ചോട്ടി കിടന്ന് ഉറങ്ങിപ്പോയി. ഉറങ്ങിയൊന്നുമില്ല. അച്ഛനെ എനിക്കങ്ങനെ മാലു വിചാരിക്കണ പോലെ പേടിയൊന്നുമില്ല. പിന്നെ അച്ഛന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ പേടി അഭിനയിക്കുന്നല്ലേ. അവരുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം. എന്തിനെങ്ങനെ പേടിക്കണേ? എന്റെ മീശ കണ്ടിട്ടാണോ? പുറമെ കാണുന്ന പോലെ ഞാനത്ര റഫ് ആൻഡ് ടഫ് ഒന്നും അല്ലട്ടോ. എന്തത് ഭയങ്കര ബീഡിയുടെ മണം. ഞാൻ വലിക്കില്ലട്ടോ. അച്ഛൻ ഭയങ്കര ബീഡി വലിയ. സ്റ്റാൻഡേർഡ് ഉള്ള എന്തെങ്കിലും വലിക്കാൻ പറഞ്ഞ അച്ഛൻ കേൾക്കണ്ടേ. കൂടുതൽ വലിപ്പിക്കലടാ മോനെ. അച്ഛൻ എപ്പ വന്നു? ഞാൻ വന്നിട്ട് 10-15 കൊല്ലായി. എന്നാ ഞാൻ അങ്ങട് എങ്ങടെ ഒന്നും തീരുമാനിച്ചിട്ടില്ല. സ്കൂളിൽ പോടാ. അച്ഛാ കേറിപ്പോടാ. അമ്മേ, ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? മനുഷ്യനെ ആദ്യം പിടിപ്പിച്ച് കൊല്ലാൻ ഇറങ്ങിയിരിക്കുക. അമ്മേ, അത് പറ്റിപ്പോയി. ദേ, ഇനി മേലാൽ ഞാൻ ആവർത്തിക്കില്ല. തന്തയുടെയും തള്ളയുടെയും മോഹങ്ങൾ കുരുതി കൊടുക്കാൻ ഇറങ്ങിയിരിക്കണം. പൊയ്ക്കോ എന്റെ മുമ്പിന്ന്. അമ്മേ, ഞാനിനി സ്കൂളിൽ പോണം. വേണ്ട, മണവാട്ടിയും കെട്ടിപ്പിടിച്ച് മണവാളം മണിയറ തന്നെ ഇരുന്നോ. ഭക്ഷണമൊക്കെ അവിടെ കൊണ്ട് എത്തിക്കാം. അതല്ല അമ്മേ, ഇനി ക്ലാസ് കഴിയാൻ 3-4 മാസം കൂടിയല്ലേ ഉള്ളൂ. ഞാനിവിടെ ഇരുന്ന് പഠിച്ച് പ്രൈവറ്റായിട്ട് പരീക്ഷ എഴുതിയ പോരെ? അല്ലെങ്കിൽ എന്റെ ഭാര്യയ്ക്കും ഭാര്യ വീട്ടുകാർക്കൊക്കെ നാണക്കേടാവൂലേ? ദേ, മോനിന് പഠിക്കാൻ പോണ്ടാന്ന്. അയ്യോ, ഞാൻ പൊക്കോളാം.